അങ്ങനെ ഞങ്ങളുടെ കുറേ നാളത്തെ പ്ലാനുകൾക്ക് ശേഷം ഞങ്ങൾ വാഗമണിലേക്ക് ഒരു ട്രിപ്പ് പോയി കേട്ടോ. ജീപ്പിലാണോ നിങ്ങൾ വാഗമണിലേക്ക് ട്രിപ്പ് പോയെന്ന് ചോദിക്കരുത് കേട്ടോ. ഞങ്ങൾ വാഗമൺ പോകുന്ന വഴി ഇലവീഴ പൂഞ്ചിറ എന്നുള്ള ബോർഡ് കണ്ടപ്പം പിന്നെ ഒട്ടും അമാന്തിച്ചില്ല, നേരെ അങ്ങോട്ട് തിരിച്ചു. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ 4 സ്പോട്ടുകളാണുള്ളത്. ആ സൈറ്റുകളെല്ലാം വ്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ജീപ്പിൽ തന്നെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ഒരുപാട് ജീപ്പ് ചേട്ടന്മാരിങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എന്തായാലും ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ ഒരു ജീപ്പിൽ കയറി എല്ലാ വ്യൂ പോയിൻറ്റ്സും കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ ഈ ജീപ്പിൽ കുലുങ്ങി പോണേ. ഇലവീഴ പൂഞ്ചിറ നമ്മൾ റീലുകളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത്. ആൻഡ് ഈ ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഒരു നല്ല എക്സ്പീരിയൻസ് കേട്ടോ. നമുക്കങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു വൈബൊന്നും അല്ലല്ലോ ഇത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ ജീപ്പ് റൈഡ് എടുക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമുക്ക് നടന്ന് കയറി കാണാൻ പറ്റുന്ന സ്പോട്ടുകളും അവിടെ ഉണ്ട് കേട്ടോ. ബട്ട് ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഫസ്റ്റ് നമ്മൾ പോയത് അങ്ങ് ടോപ്പിലുള്ള ഒരു വ്യൂ പോയിൻറ്റിലേക്കാണ് കേട്ടോ. ഈ ഒരു ഇലവീഴ പൂഞ്ചിറ ഈ ടോപ്പിൽ നിന്ന് നോക്കിയാൽ 6 ജില്ലകൾ കാണാമെന്നാണ് പറയുന്നത്. ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശ്ശൂർ, ഇത്രയും ജില്ലകൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണാമെന്നാണ് കേട്ടോ പറയുന്നത്. നല്ല തെളിഞ്ഞ സമയമാണെങ്കിൽ ഈ 6 ജില്ലകളും സ്പോട്ട് ചെയ്യാമെന്നാണ് നമ്മുടെ ജീപ്പിൻ്റെ ചേട്ടൻ പറഞ്ഞു കേട്ടോ. ഇനി അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കേവ് ഉണ്ട്. ആ കേവാണ് നെക്സ്റ്റ് കാണാൻ പോകുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ നിന്ന കുന്നിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് കാടും കല്ലും മണ്ണും ഒക്കെ താണ്ടി കുറച്ച് താഴേക്ക് ഇറങ്ങുമ്പോഴാണ് കേട്ടോ ആ ഗുഹയുള്ളത്. ഞാൻ പിന്നെ കോഴിക്കോടിൻ്റെ മലയോര പ്രദേശത്തൊക്കെ ജനിച്ചു വളർന്ന കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടെയൊക്കെ ഇറങ്ങാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല കേട്ടോ. ഇത് പരിചയമില്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയേക്കാം. എനിക്ക് വളരെ ഈസി ആയിരുന്നു ഇതിൽ ഇറങ്ങാനെന്ന് പറഞ്ഞപ്പോൾ എന്നെ അപ്പയും അമ്മയും കളിയാക്കി കേട്ടോ. പിന്നെ നീ ഡെയിലി പറമ്പിൽ കൂടെ ഒക്കെ ഒരുപാട് ഓടി നടന്നിരുന്നതല്ലേ, ഇതുപോലെ മടിച്ചായിട്ടുണ്ടായിരുന്ന നീയാണോ വലിയ ഡയലോഗ് അടിക്കുന്നതെന്ന്. എന്ത് പറയാൻ, അത് ഞാൻ ക്ഷമിച്ചു. മുനീറ കേവ് എന്നാട്ടോ ഗുഹയുടെ പേര്. ഈ കേവ്സ് ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻസ് ഉള്ളതാണെന്നാണ് പറയപ്പെടുന്നത്. പ്രീ ഹിസ്റ്റോറിക് ട്രൈബ്സ് ഒക്കെ യൂസ് ചെയ്തിരുന്നതാണ്. അതുപോലെ ഈ മുനിയറ എന്ന് പേര് പറയാൻ കാരണം ഈ സന്യാസിമാരൊക്കെ മെഡിറ്റേഷനൊക്കെ ഉപയോഗിച്ചിരുന്ന, മെഡിറ്റേഷൻ ഇരിക്കാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന കേവാണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് അതിന് മുനിയറ എന്നുള്ള പേരൊക്കെ വന്നിരിക്കുന്നത്. അപ്പം ആ ചേട്ടൻ നമുക്കെല്ലാം പറഞ്ഞു തരാണ് കേട്ടോ. ആ ഗുഹയുടെ ഓപ്പണിംഗ് വളരെ ചെറുതാണെങ്കിലും ഉള്ളിലേക്ക് കടക്കുന്തോറും അതിൻ്റെ വലുപ്പം കൂടി വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അകത്തേക്ക് കയറണമെങ്കിൽ ഷൂ ഒക്കെ ഊരി വെച്ച് പാൻറ്റൊക്കെ കയറ്റി വെച്ചിട്ട് കയറണം. കാരണം മുട്ടപ്പം വെള്ളം എത്തും കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ. വെള്ളമാണ് ഫുള്ള് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ കുറച്ച് മുന്നോട്ട് ഞങ്ങൾ മുട്ടപ്പം ഇവിടുന്ന് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ മുട്ടപ്പം ആ വീതിയുള്ള സ്പേസ് കണ്ടില്ലേ, അവിടെ മുട്ടപ്പം വെള്ളമുണ്ട്. അത്രയും ഞങ്ങൾ ഇറങ്ങിയില്ല. പിന്നെ കണ്ടോ വവ്വാലുകളൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട്. അങ്ങോട്ട് പോകുന്തോറും കണ്ടോ ഗുഹയ്ക്ക് വലിപ്പം കൂടി വരുന്നത് കണ്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പൈപ്പ് അവർ ഇട്ടിട്ടുണ്ട്, കുടിവെള്ളത്തിൻ്റെ പൈപ്പാണ് കേട്ടോ സൈഡിൽ കൂടെ പോകുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് പിന്നെയും പോവാം, പക്ഷേ ആ റിസ്ക് ഞങ്ങൾ എടുത്തില്ല. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ള. പിന്നെ ഞങ്ങളുടെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഇലവീഴ പൂഞ്ചിറ. ഇതാണ് ഇലവീഴ പൂഞ്ചിറ എന്ന് പറഞ്ഞാൽ ഇല വീഴാത്ത ഒരു പോണ്ട്, അങ്ങനെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് അടുത്ത സ്പോട്ട്. പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇലയൊന്നും കണ്ടില്ല കേട്ടോ. അതിന് ഈ ഇലവീഴ പൂഞ്ചിറ എന്ന് പേര് വരാൻ പല കാരണങ്ങളും പറയുന്നുണ്ട്. പുരാണപരമായ ഐതിഹ്യങ്ങളും കാര്യങ്ങളൊക്കെ ഇതിന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കുടിവെള്ളത്തിന് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഇറങ്ങരുതെന്ന് പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആരും അതിൽ ഇറങ്ങിയില്ല. ജസ്റ്റ് പിള്ളേരുടെ ഒരു ആഗ്രഹം കൊണ്ട് അതിൽ നിന്ന് ജസ്റ്റ് കൈയിട്ടു എന്നേ ഉള്ളൂ. അതിൽ ഫിഷൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഈ സ്പോട്ടാണ് ആ ഹൈറ്റിലുള്ള നല്ല ഭംഗിയുള്ള നമ്മൾ റീൽസിലൊക്കെ കാണുന്ന ആ ഒരു സ്ഥലം കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ഇലവീഴ പൂഞ്ചിറ എന്നുള്ള മൂവി ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ ഇത് കുറേ ഹൈറ്റിലേക്ക് കയറി പോകണം. അപ്പോൾ അതിൻ്റെ പകുതി വരെ നമ്മൾ ജീപ്പിൽ കൊണ്ടാക്കും. അവിടുന്ന് അത്രയും ദൂരം തന്നെ പിന്നെയും നമുക്ക് മുകളിലേക്ക് നടന്നു കയറണം. ഇവിടുന്ന് പിന്നെ നമ്മൾ മുകളിലേക്ക് നടന്ന് അത്യാവശ്യം കയറാനുണ്ട് കേട്ടോ. പിന്നെ ഈ സ്പോട്ടിലൊക്കെ വരുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല അതിന് പറ്റിയ ഫുഡ് വെയർസ് ഒക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം അല്ലെങ്കിൽ സ്കിഡ് ആവാൻ, നടക്കുമ്പോൾ ഒക്കെ സ്ലിപ്പ് ആവാനൊക്കെ സാധ്യതയുണ്ട്.
അതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഫുഡ് വെയർസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങോട്ട് വരിക കേട്ടോ. പക്ഷേ ആ ഒരു വ്യൂ എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ഇലവീഴ പൂഞ്ചിറയിൽ വന്നിട്ട് ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലമാണിത്. നോക്കിയാൽ എന്ത് ഭംഗിയാന്ന്. പ്രത്യേകിച്ച് ഇത് ഇലവീഴ പൂഞ്ചിറ 3200 അടി ഉയരത്തിലാണ് കേട്ടോ സമുദ്രനിരപ്പിൽ നിന്നും. അപ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി എന്തായാലും ഉണ്ടാവുമല്ലോ. പിന്നെ ആ പുല്ലും ആ പുൽമേടുകളുടെ പച്ചപ്പും ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഏർലി മോർണിംഗ് ഇൻ ദ സെൻസ് ഞങ്ങൾ 3 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഒരു 7 o'clock 7:30 കൂടി നമ്മളവിടെ എത്തി. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വെയിലൊന്നും ആവുന്നതിന് മുന്നേ നല്ലൊരു വെതറിൽ ആ ഒരു സ്ഥലം മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടോ. എന്ത് രസമാണെന്ന് നോക്കുക അവിടുത്തെ കാഴ്ചകൾ. ചെറിയതായിട്ട് ആ ക്ലൗഡ്സും ഒരു പ്രത്യേക ഭംഗി. വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾ പറയായിരുന്നു, നമ്മുടെ ഈ കണ്ണിൽ നിന്ന് നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി എന്തൊക്കെ പറഞ്ഞാലും 100% നമുക്ക് വീഡിയോയിൽ കിട്ടില്ല അല്ലേ. പക്ഷെ അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായേനെ എന്ന് ഞാൻ പറയായിരുന്നു. ഇതിൻ്റെ ടോപ്പിലായിട്ട് തന്നെ ഒരു പോലീസ് വയർലെസ് സ്റ്റേഷൻ ഉണ്ട് കേട്ടോ. നമ്മളന്ന് മൂവിയിൽ കണ്ട പോലെ തന്നെ ഇതാണ് മൂവിയിൽ ഉപയോഗിച്ച ആ ഒരു പോലീസ് സ്റ്റേഷൻ. അതല്ലാതെ അതിൻ്റെ അപ്പുറത്ത് തന്നെ യൂസ് ചെയ്യുന്ന ഒരു വയർലെസ് സ്റ്റേഷനുണ്ട്. ആ സ്റ്റേഷൻ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഹബ്ബാണ്, കണക്റ്റിംഗ് ഒരു 4 ഡിസ്ട്രിക്റ്റിനെ കണക്ട് ചെയ്തിട്ട്. ഇതാണ് കേട്ടോ ആ ടോപ്പിൽ നിന്നുള്ള വ്യൂ. ആ മൂവി വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊരു ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം കേരളത്തിലുണ്ടെന്നുള്ളത് പലരും തിരിച്ചറിയുന്നത്. അങ്ങനെയാണത് മെയിനായിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് മാറിയത് കേട്ടോ. അപ്പം അധികം വെയിലാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിയെല്ലാം ഇത് കണ്ടോ, നിറയെ തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയാണ്. എത്ര ഭംഗിയാന്ന് നോക്കി, എത്ര കാണാത്ത ദൂരത്തോളം പരന്ന് കിടക്കുന്ന തേയിലത്തോട്ടങ്ങളാണ്. അതിൻ്റെ ഒരു ഭംഗിയൊന്ന് വേറെ തന്നെയാണല്ലേ. അവിടെ നിന്ന് നേരെ ഞങ്ങൾ വാഗമൺ മെഡോസിലേക്കാണ് കേട്ടോ പോയത്. കുറേ മുട്ടക്കുന്നുകളുള്ളൊരു ഭംഗിയുള്ള സ്ഥലം, അതാണ് വാഗമൺ മെഡോസ്. മെഡോസിലെത്തിയപ്പോഴേക്കും അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരത്തെ റിൻചേച്ചിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് തണുപ്പുള്ള സമയത്താണെങ്കിൽ നല്ല പച്ചപ്പായിരിക്കും ഈ മുട്ടക്കുന്നുകൾക്കെല്ലാം. അപ്പോൾ ആ കുന്നുകളെല്ലാം നല്ല പച്ചപ്പിൽ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഒന്നുകൂടെ ഭംഗി കൂടുതലാണ്. ഇപ്പം തന്നെ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു, എന്നാലും ആ പച്ചപ്പിൻ്റെ ഒരു കുറവ് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ഏറ്റവും കടുത്ത വേനൽക്കാലത്താണല്ലോ അവിടെ പോയിരിക്കുന്നത്. അപ്പം നല്ല വെയിലുണ്ടായിരുന്നു, എന്നാലും ആ കാഴ്ചയുടെ ചുറ്റും കാണുന്ന ആ ഒരു ഭംഗിയൊക്കെ കാരണം നമ്മളത് ആസ്വദിച്ച് അങ്ങനെ നിന്നു. ഇടയ്ക്ക് നല്ല തണുപ്പുള്ളൊരു കാറ്റ് വീശും, അതുമാത്രമായിരുന്നു ഒരു ആശ്വാസം. ഇത് കണ്ടില്ലേ, പല പല കുന്നുകൾ. അതിൻ്റെ അപ്പുറത്തെ കുന്ന് നിന്നിട്ട് നെയ്തൻ ഇതാ കൈ വീശി കാണിക്കുന്നു. നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിൽ കയറേണ്ട സമയം 3 മണിയായിരുന്നു കേട്ടോ. മിനിമം 2 മണിയെങ്കിലും ആവും അവിടെ കയറണമെങ്കിൽ. അതുകൊണ്ട് ഇനിയും ഒരുപാട് സമയം ബാക്കിയായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ പൈൻ ഫോറസ്റ്റിലേക്ക് പോയി. ആദ്യം ഞങ്ങൾ പൈൻ ഫോറസ്റ്റ് തപ്പി വേറെ കുറേ വഴി കൂടെയൊക്കെ പോയിട്ടോ, ഒന്ന് ചുറ്റേണ്ടി വന്നു. അപ്പോൾ 2 പൈൻ ഫോറസ്റ്റ് തന്നെ 2 പൈൻ ഫോറസ്റ്റ് ഉണ്ട്. ഒന്ന് മുകളിലായിട്ടുമുണ്ട്, കുറേ കുന്നിൻ്റെ മുകളിലായിട്ടുമുണ്ട്, ഒന്ന് താഴെയുണ്ട്. അപ്പം ഞങ്ങൾ മുകളിലുള്ള സ്ഥലത്താണ് കേട്ടോ പോയത്. അതുവരെ എങ്ങനെയെങ്കിലും ഒന്ന് റിസോർട്ടിലെത്തി പൂളി ചാടിയാൽ മതിയെന്ന് പറഞ്ഞിരുന്ന നെയ്തൻ ഈ പൈൻ ഫോറസ്റ്റിലെത്തിയപ്പോഴേക്കും ഭയങ്കര ആവേശം കേട്ടോ. അവിടെ ഫുൾ ഓടി നടന്ന് കയറാനും കളിക്കാനും ഒക്കെ ആയിട്ട് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. പുറമേ ഈ പൈൻ ഫോറസ്റ്റിൻ്റെ പുറമേ ഞങ്ങൾ നടന്ന സമയത്തൊക്കെ ഭയങ്കര വെയിലായിട്ട് സഹിക്കാൻ പറ്റാതെയായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം നല്ല തണുപ്പായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ താമസിക്കുന്ന റിസോർട്ടിലെത്തി. ഭയങ്കര അടിപൊളി വ്യൂ ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് അവിടെ ഭയങ്കര അടിപൊളി പ്രൈവസിയോട് കൂടിയിട്ടുള്ള ഒരു വില്ല. അപ്പോൾ വില്ലയുടെ ഡീറ്റെയിൽസും ബാക്കി ട്രിപ്പിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. ബൈ ബൈ.